നമുക്കിന്ന് ബീർബാക്കുട്ടിയുടെ ബാക്കിയുള്ള പോർഷൻ കൂടി ഒന്ന് എടുക്കാം. ഇനി ഒരു ചെറിയൊരു ഭാഗം കൂടി എടുക്കാനുള്ളൂ, കഥയുടെ കുറച്ച് ഭാഗം കൂടി എടുക്കാനുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അത് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ല, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം അല്ലെ. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. कोई उसे होई 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 सफ़ेद पट्टी कह रहा था, तो कोई सुल्ताना टाकू, तो कोई कुछ और कह चिड़ा रहा था. എന്താ വെച്ചാൽ ദീപാവലി വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് വന്നപ്പോൾ ബേലയുടെ തലയിൽ ഒരു വെളുത്ത ബാൻഡേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാൻഡേജ് കണ്ടിട്ട് ക്ലാസ്സിലെ കുട്ടികൾ എന്താണ് പൂയി വെള്ള തലക്കെട്ടുകാരിയെന്നും സുൽത്താന ടാക്കെന്ന് വെച്ചാൽ എന്താ കൊള്ളക്കാരിയുടെ തലവത്തിയെന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കളിയാക്കായിരുന്നു എന്ന്. അപ്പം നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. ദീപാവലിക്ക് ചുട്ടിയും വെച്ചാൽ ദീപാവലിയുടെ വെക്കേഷൻ, ചുട്ടി വെച്ചാൽ അവധിക്കാലത്തെയാണ് പറയണത്. ബാദ് ജബ് സ്കൂൾ ഖുലാത്തോ ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്ധി തി. സഫേദ് എന്ന് വെച്ചാൽ വെള്ള എന്നാണ് അർത്ഥം വരുന്നത്. പട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻഡേഡ്, ബാന്ധൽ എന്ന് വെച്ചാൽ കെട്ടുക, അങ്ങനെയൊക്കെയാണ് അർത്ഥം. കോയി ഉസേ ഹോയ് 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 സഫേദ് പട്ടി കെഹ്റഹാദ. കുറച്ച് പേര് അവളെന്നെ പൂയി വെള്ള തലക്കെട്ടുകാരിയെന്നും തോ കോയി സുൽത്താന ടാക്കൂർ, അതായത് കുറച്ച് പേര് വെള്ള തലക്കെട്ടുകാരിയെന്നും കുറച്ച് പേര് സുൽത്താന കൊള്ളക്കാരുടെ തലവത്തിയെന്നും ആളെ വിളിച്ചിട്ട് കളിയാക്കുമായിരുന്നു. യെ ക്യാ ഹോ ഗയാ ബേല, സാഹിലിനെ പരേഷാൻ ഹോത്തെ ഹുയെ പൂച്ച. സാഹിൽ കൂട്ടുകാരുടെ തലയിലത്തെ വെള്ളക്കെട്ട് കണ്ടപ്പോൾ വളരെ പരിഭ്രാന്തരായിട്ട് ചോദിക്കുകയാണ്, ഇതെന്താണ് സംഭവിച്ച ബേല എന്ന്. യെ ക്യാ ഹോ ഗയാ ബേല, ഇതെന്ത് സംഭവിച്ചതാ ബേല. അപ്പോൾ ബേല പറയാണ്, ചത് സെ ഗിർ ഗയി. बेला ने हंसते हुए कहा और कहा, बहुत दिन हो गया, आज खेलगंडी में गांधी चौक में लकड़ी टांग खेलेंगे. എന്താണ് ബേല പറഞ്ഞത്? ചത് സെ ഗിർ ഗയി, എന്താണ് മേൽക്കൂരയിൽ, അതായത് ടെറസിൽ വീണു. കുറേ ദിവസമായി. ബഹുത് ദിൻ ഹോ ഗയി, കുറച്ച് ദിവസമായല്ലോ. ആജ് ഖേൽഗണ്ടി മേ ഗാന്ധി ചോക്ക് മേ ലക്കടി ടാങ് ഖേലെങ്കെ. ഇന്ന് പി ടി പീരീഡ്, ഖേൽഗണ്ടി പി ടി പീരീഡിൽ ഗാന്ധി ചോക്കിൽ ഒറ്റക്കാലിൽ ചാടിയിട്ടുള്ള കളിക്കാമെന്ന് പറയാണ്. ഭയങ്കര സന്തോഷത്തിൽ ആൾ സ്കൂള് തുറന്ന് വന്ന് കൂട്ടുകാരെ കണ്ട സന്തോഷത്തിൽ തലയിലത്തെ മുറിവിൻ്റെ കാര്യമൊക്കെ മറന്നു. എന്താണ് പറയാണ്, പി ടി പീരീഡ് നമുക്ക് ഗാന്ധി ചോക്കിൽ പോയിട്ട് ഒറ്റക്കാലിൽ കൊച്ചം കുത്തി കളിക്കാമെന്ന് പറയാണ്. നെഹി കേലെങ്കെ തേരെ സിർമേ ഫിർസെ ലഗ് ജായെഗി തോ. വേല പറഞ്ഞതിന് മറുപടിയായിട്ട് സാഹിലും തിരിച്ച് വാശി പിടിക്കുകയാണ്. ഇന്ന് കളിക്കാനൊന്നും പറ്റില്ല, ഇനിയും തലയിൽ വേറെ മുറിവെങ്ങാനും പറ്റിയാലോ എന്ന് പറഞ്ഞിട്ട്. നെഹി ലഗേങ്കി ബേലാനെ സിദ് കി और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेलगंडी लकड़ी टांग खेले. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. അർത്ഥം നോക്കാം. നെഹി ലഗേങ്കി ബേലാനെ സിദ് കി, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ബേലയും വാശി പിടിക്കാൻ തുടങ്ങി. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेलखंडी लकड़ी टांग खेले. എന്നിട്ട് എന്നത്തെയും പോലെ എല്ലാ തവണ ഹമേഷയ്ക്ക് തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ ഗാന്ധി ചോക്കിലെ മണലിൽ അവരെന്ത് ചെയ്തു, ലക്കടി ടാങ്ക് കളിക്കാൻ തുടങ്ങി. ബാലു എന്ന് വെച്ചാൽ മണൽ എന്നിട്ട് അർത്ഥം വരുന്നത്. അടുത്ത് വരും നോക്കാം. ഇൻ ബച്ചോ കോ അപ്നി ചാരോ ഓർ ഖേൽത്തെ ദേഖർ ഗാന്ധിജി की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. അപ്പോൾ എന്താണ്, ഇവർ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് ചുറ്റുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ സന്തോഷവും കളിയെല്ലാം കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമയുടെ മുഖത്ത് കുറച്ചധികം നേരമായിട്ട് ഒരു പുഞ്ചിരി നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയണത്. രവിവാർ കാ ദിൻ താ. साहिल अपने घर में नीम के पेड़ की ढाली पकड़कर झूम रहा था. वह एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. എന്താ പറയണത്? രവിവാർ കാ ദിൻ താ, അതൊരു ഞായറാഴ്ചയായിരുന്നു. സാഹിൽ अपने घर में नीम के पेड़ की ढाली पकड़कर झूम रहा था. സാഹിൽ അവൻ്റെ വീട്ടിലെ നീം കെ പേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പുമരം എന്നാണ് അർത്ഥം വരുന്നത്. സാഹിൽ അവൻ്റെ വീട്ടിലെ വേപ്പ് മരത്തിൻ്റെ ഒരു ചില്ല പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഠാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഒരു ചില്ല എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. വഹ എക് സ്റ്റൂൾ പർ ചടിക്കർ ജുൽത്താത. സാഹിൽ ഒരു സ്റ്റൂളുമ്പോൾ കയറി നിന്നിട്ടായിരുന്നു ആടിയിരുന്നത്.
നമ്മുടെ നാട്ടിലും നമ്മളെല്ലാവരും ആടിണ്ടാവും, മറ്റേ തെങ്ങിൻ്റെ പട്ടം കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടില്ല, അതുപോലെ വേപ്പിൻ്റെ ഒരു ചെറിയ ചില്ല പിടിച്ചിട്ട് സാഹിൽ സ്റ്റൂളുമേ കയറി ഇരുന്നിട്ട് ആടുമായിരുന്നു. അചാനക് ടൂട്ടേ സ്റ്റൂൾ കി എക് ഖീൽ സാഹിൽ കി പിണ്ടലിമേ ലഗ് ഗയി. എന്തായിരുന്നു, കസേരമേ കിടന്നിട്ടുള്ള കസർത്തായതുകൊണ്ട് കസേര പെട്ടെന്ന് അങ്ങോട്ട് ഒടിഞ്ഞു. കസേര ഒടിഞ്ഞപ്പോൾ എന്തുണ്ടായത്, ആ കസേര ഒടിഞ്ഞ ഭാഗത്തൊരു ആണി ഉണ്ടായിരുന്നത് സാഹിലിൻ്റെ പിണ്ടലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഫിനാണ് പറയുന്നത്. ഇത് കാൽമുട്ടിൻ്റെ താഴത്തെ കാലിൻ്റെ പിൻഭാഗത്തിനാണ് പിണ്ടലി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കസേരമുണ്ടായിരുന്ന ആണി അതുമേ കുത്തിക്കേറി. 1 इंच ഗഹര ഗട്ട ഹോക്കിയ. എന്നിട്ട് ഈ ആണി തുളച്ച് കയറിയിട്ട് കാലുമേ 1 ഇഞ്ച് ആഴത്തിൽ നല്ലൊരു വലിയ മുറിവുണ്ടായി. ഗഹര ഘട്ട എന്ന് വെച്ചാൽ, ഗഹര എന്ന് വെച്ചാൽ ഡീപ്പ് എന്നർത്ഥം, ഘട്ട എന്ന് വെച്ചാൽ കുഴി. അപ്പോൾ ഈ ആണി കുത്തി കയറിയിട്ട് 1 ഇഞ്ച് ആഴത്തിൽ നല്ലൊരു മുറിവുണ്ടായി. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे भेला खड़ी है. सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बांधी होती और एक की पिंडली में. सफ़ेद पट्टी वाले ये दोनों कहीं पर भी साथ ही दिखाई देते. എന്താ പറയണത്, ഉസേ സർക്കാരി ആസ്പത്താൽ മേ പട്ടി ബന്ധുവാനെ കെ ലിയെ ലേ ജായാ ഗയാ. അപ്പോൾ എന്താ, മുറിവുണ്ടായപ്പോൾ വീട്ടുകാർ വേഗം സാഹിലിനെ എടുത്തിട്ട് അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കാലുമേ ബാൻഡേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഉസ്നെ ദേക്കാ കി 2 ലോഗോं को छोड़कर आगे भेला खड़ी है. അപ്പോൾ ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ എപ്പോഴും വേറെ തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ചെന്ന് സാഹിൽ നോക്കിയപ്പോൾ അവൻ നിൽക്കുന്ന വരിയുടെ 2 ആളെ വിട്ടിട്ട് ബേല നിൽക്കുന്നതായിട്ട് അവൻ കണ്ടു. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹെ. അപ്പോൾ ബേല എന്താണ്, ബേല ആളുടെ തലയിൽ ഒരു മുറിവുണ്ടല്ലോ, അപ്പോൾ ബേലയുടെ തലയിലത്തെ മുറിവ് കെട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സ്കൂൾ ആത്തെ ജാത്തെ ഹുയി और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक की सिर पर पट्टी बंधी होती और एक की पिंडली में. അപ്പോൾ സ്കൂളിൽ പോകുന്നതും വരുന്നതുമായിട്ടുള്ള വഴികളിലും സ്കൂളിലും എല്ലായിടത്തും 2 കുട്ടികളെ കാണാമായിരുന്നു. എങ്ങനെയുള്ള 2 കുട്ടികളെ, അതിൽ ഒരാളുടെ തലയിലും ഒരാളുടെ കാലുമ്മലും വെള്ള ബാൻഡേജ് കെട്ടിയിട്ടുള്ള 2 കുട്ടികളെ കാണാമായിരുന്നു. സഫേദ് പട്ടി വാലെ യേ ദോനോ കഹി പർ ഭി സാത്തി ദിഖായി ദേത്തെ. ഈ വെള്ള ബാൻഡേജുള്ള 2 പേരും എവിടെ നോക്കിയാലും ഒരുമിച്ചേ കാണാൻ പറ്റുള്ളൂ എന്ന്. 5वीं कक्षा का रिजल्ट आ गया. दोनों छठी में आ गया. यह स्कूल 5वीं तक ही था. साहिल, अब तुम कहाँ पढ़ोगे? बेला ने पूछा. और तुम कहाँ पढ़ोगी बेला? साहिल ने पूछा. मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम मुझे अगले साल अजमेर भेज देंगे. वहाँ एक हॉस्टल है, घर से दूर, वहाँ अकेले रहूँगी. क्यों साहिल? पता नहीं क्यों. ഇത്രയുള്ളതിൻ്റെ അർത്ഥം നോക്കാം. അപ്പോൾ പറയാണ്, 5वीं कक्षा का रिजल्ट आ गया. 5ാം ക്ലാസ്സുകാരുടെ റിസൾട്ട് വന്നു. ദോനോ ഛഠി മേ ആ ഗയ. 2 പേരും 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. യേ സ്കൂൾ 5वीं तक ही था. പക്ഷേ സ്കൂൾ 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരൊരു കോൺവെർസേഷനാണ്, നോക്കാം. സാഹിൽ, അബ് തും കഹാ പഠോഗി? ബേലനെ വിളിച്ചു. ബേല ചോദിക്കുകയാണ്, 2 പേരും 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചുല്ലോ, സ്കൂളാണെങ്കിൽ 5ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പോൾ ബേല ചോദിക്കുകയാണ് സാഹിലിനോട്, സാഹിൽ ഇനി നീ എവിടെയാണ് പഠിക്കാൻ പോണേന്ന്. അപ്പോൾ സാഹിൽ പറയാണ്, ഓർ തും കഹാ പഠോഗി ബേല. അപ്പോൾ ബേല പറഞ്ഞതിൻ്റെ മറുപടി കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സാഹിൽ തിരിച്ചു ചോദിക്കുക, നീ എവിടെയാണ് പഠിക്കാൻ പോണേന്ന്. मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएगी और तुम. എന്താണ്, അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ രാജകീയ കന്യ പാഠശാലയിലാണ് പഠിപ്പിക്കാൻ പോണേന്ന്, നീ എവിടെയാണ് പഠിക്കാൻ പോണേന്ന് തിരിച്ചു ചോദിച്ചു. मुझे अगले साल अजमेर भेज देंगे. वहाँ एक हॉस्टल है, घर से दूर, वहाँ अकेले रहूँगी. അപ്പോൾ പറയാണ്, എന്നെ അജ്മീറിലേക്ക് അയക്കാൻ പോകാൻ അടുത്ത വർഷം. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്, വീട്ടിൽ നിന്നും ഒത്തിരി ദൂരമായിട്ടുള്ളൊരു ഹോസ്റ്റലുണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കും ഇനി ഞാൻ പഠിക്കാൻ പോണേന്ന്. ക്യോ സാഹിൽ എന്ന് ഭയങ്കര വിഷമത്തോടെ ബേല ചോദിക്കുകയാണ്. എന്തിനാണ് അങ്ങോട്ട് പറഞ്ഞു വിടണമെന്നുള്ള രീതിയിൽ സാഹിൽ ചോദിക്കുകയാണ്. ബേല ചോദിക്കുകയാണ്, പത്താ നഹി ക്യോ, എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല എന്ന് സാഹിൽ മറുപടി പറയും. തോ യാനിക്ക് അബ് തും ഫുലേരമേ നെഹി രഹോഗി. അപ്പോൾ ബേല ഭയങ്കര വിഷമത്തോടെ ചോദിക്കണം, അപ്പോൾ നീ ഇനി ഫുലേരയിൽ ഉണ്ടാവില്ലേ എന്ന് വിഷമത്തോടെ ചോദിക്കുക. നെഹി തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന. അപ്പോൾ വേഗം സാഹിൽ ടോപ്പിക്ക് മാറ്റാണ്. ഇല്ല, നിന്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കാൻ പറഞ്ഞിട്ട് വേഗം ടോപ്പിക്ക് മാറ്റണം. साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छू कर देख रहे थे. അപ്പോൾ സാഹിൽ ബേലയുടെയും ബേല സാഹിൽ അവർ 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പോർട്ട് കാർഡ് ചെക്ക് ചെയ്യായിരുന്നു. കാരണം അവർക്കറിയാം ഈ ദിവസത്തിന് ശേഷം അവർക്ക് ഇനി പരസ്പരം കാണാനോ അവരുടെ ഒന്നും സംസാരിക്കാനോ ഒന്നും പറ്റില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് അവർ 2 പേരും പരസ്പരം റിപ്പോർട്ട് കാർഡെല്ലാം നോക്കിയിട്ട് അവരവരുടെ 2 പേരുടെ സാധനങ്ങളൊക്കെ തൊട്ട് നോക്കുമായിരുന്നു. തുമാരി ആങ്ക് മേ ആസു ക്യോ ആ രഹാ ഹൈ ബേല.
അപ്പോൾ സാഹിൽ ചോദിക്കാണ് നിൻ്റെ കണ്ണിൽ എന്താ, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് വരുന്നുണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കാണ്. അപ്പോൾ ബേല പറയണം മുझे क्या पता, ബേലനെ ഡബ്ഡബായ ആങ്കോസെ ഹസ്തേ ഹുയെ കഹ. ബേല അങ്ങനെ നിറഞ്ഞ കണ്ണൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് പറയാണ്, എന്ത് എനിക്കങ്ങനെ അറിയാനാണ്, ചിരിച്ചുകൊണ്ട് പറയാണ്. കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ സങ്കടം കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, എനിക്കങ്ങനെ അറിയാനാണ്, ഞാൻ എൻ്റെ കണ്ണിൽ എങ്ങനെ വെള്ളം നിറയണേന്ന് തമാശ രൂപേണ അവരത് പറഞ്ഞു തീർക്കാണ്. साहिल की आंखें बीरबहूटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बेला कहने लगी, मैं चिढ़ाऊँ अब तुम्हें, रोनी सूरत साहिल, रोनी सूरत साहिल. എന്താ പറയുന്നത്, സാഹിൽക്ക് ആങ്കി ബീർബഹൂട്ടിക്ക് തര ലാൽ ഹോനെ ലഗി ഹെ. എന്താണ്, സാഹിലിൻ്റെ കണ്ണുകൾ ബീർബഹൂട്ടിനെ പോലെ ചുവന്ന് വരാൻ തുടങ്ങിയത്. ഓർ ഉന്മേ ബാരിഷ് കി ബൂന്തോസ പാനി ബർ ഗയാത. എന്നിട്ട് ആ ചുവന്നിരിക്കുന്ന കണ്ണുകളിൽ മഴവെള്ളം പോലെ വെള്ളം വന്ന് നിറയാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇവിടെ സാഹിലിൻ്റെ വിഷമത്തിൽ കണ്ണിൻ്റെ ആ ഒരു നിറത്തിനെയും എന്താണ് അതിൽ വന്ന് നിറയുന്ന വെള്ളത്തിനെയും മഴയായും ബീർബഹൂട്ടിൻ്റെ നിറമായിട്ടൊക്കെ കഥാകൃത്ത് ഇവിടെ ഉപമിച്ചിട്ടുണ്ട്. ബേല कहने लगी, मैं चिढ़ाऊँ अब तुम्हें, रोनी सूरत साहिल, रोनी सूरत साहिल. അപ്പോൾ കിട്ടിയ അവസരം മുതലാക്കിയിട്ട് ബേലയും പറയാണ്, കരയണ മുഖമുള്ള സാഹിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ എന്ന്. बारिशें आने में 1.5 महीने बाकी था, लेकिन यह बारिशों से पहले की बारिश का एक दिन था. आसमान में घटाएं घिरी थी, धूल भरी तेज हवाएं चल रही थी, पानी बरस रहा था. फुलेरा कस्बे की बादल छाए एक गली में 5वीं से 6डी में चली गई एक लड़की जा रही थी. उसके बुरे बाल बीरबहूटियों के रंग के लाल रिबन से बांधे थे. दूसरी दिशा को जाती एक गली में 5वीं से 6डी में गया एक 11 साल का लड़का जा रहा था. इसकी पिंडली में बीरबहूटी के रंग का सा 1 इंच लंबा चोट का निशान था. बारिशें आने में 1.5 महीने बाकी था. മഴ വരാൻ ഇനിയും 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ യേ ബാരിഷോं से पहले की बारिश का एक दिन था. പക്ഷേ ഇത് മഴക്കാലത്തിന് മുൻപുള്ള ഒരു മഴ ദിവസമായിരുന്നു. ആസ്മാൻ മേ ഘടായെ ഘിരി തി. മേഘങ്ങളാൽ ആകാശം നിറഞ്ഞിരുന്നു. ധൂൽ ഭരി തേസ് ഹവായെ ചൽ രഹി തി. പൊടി നിറഞ്ഞ ശക്തമായ കാറ്റ് എല്ലായിടത്തും വീശുന്നുണ്ടായിരുന്നു. പാനി ബരസ് രഹാത. മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഫുലേര കസ്ബെ की बादल छाए एक गली में 5वीं से 6डी में चली गई एक लड़की जा रहा थी. ഫുലേരയിലെ മേഘങ്ങൾ നിറഞ്ഞെടുക്കുന്ന തെരുവിലെ ഒരു വഴിയിലൂടെ 5ൽ നിന്നും 6ലേക്ക് ജയിച്ചൊരു പെൺകുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു. ഉസ്കെ ബുരേ ബാൽ ബീർബഹൂട്ടിയോ കെ രംഗ് സെ ലാൽ റിബൺ സെ ബന്ധേ തെ. അവളുടെ ബ്രൗൺ തവിട്ട് നിറത്തിലുള്ള മുടികൾ ബീർബഹൂട്ടിയുടെ ചുവന്ന നിറത്തിലുള്ള റിബണുകളാൽ കെട്ടിയിട്ടിരുന്നു. दूसरे दिशे को छाती एक गली में 5वीं से 6डी में गया एक 11 साल का लड़का जा रहा था. അതിന് എതിർദിശയിലുള്ള വേറൊരു വഴിയിൽ 5ൽ നിന്നും 6ലേക്ക് ജയിച്ച 11 വയസ്സായ ഒരു പയ്യൻ നടന്നു പോകുന്നുണ്ടായിരുന്നു. उसकी पिंडली में बीरबहूटी के रंग का सा 1 इंच लंबा चोट का निशान. അവൻ്റെ കാലിനു പുറകിലായി ബീർബഹൂട്ടിയുടെ നിറത്തിൽ 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു മുറിവിൻ്റെ പാടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കഥ. വളരെ ചെറിയൊരു കഥയാണ് അല്ലേ. എന്താണ്, വലിയ ആനത്തറ സംഭവങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കഥ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് വായിക്കുക, ബുക്ക് നന്നായിട്ട് വായിക്കുക. ഇനി നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് സാരാംശം നോക്കാം. समकालीन हिंदी साहित्यकारों में प्रमुख श्री प्रभात द्वारा लिखा गया एक सुंदर कहानी है बीरबहूटी. യുവ എഴുത്തുകാരിൽ പ്രമുഖനായ പ്രഭാത് എന്ന കൃതാകൃത്തിൻ്റെ സുന്ദരമായ ഒരു കഥയാണ് ബീർബഹൂട്ടി. इस कहानी में लेखक ने बेला और साहिल के गहरी दोस्ती का चित्रण किया है. ഈ കഥയിൽ ബേലയുടെയും സാഹിലിൻ്റെയും വളരെ ആഴത്തിലുള്ള സൗഹൃദത്തിനെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ബേല और साहिल बहुत अच्छे दोस्त थे. ബേലയും സാഹിലും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. बेला और साहिल 5वीं कक्षा में पढ़ने वाले 11 साल की 2 बच्चे हैं. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11 വയസ്സുള്ള 2 വിദ്യാർത്ഥികളാണ് ബേലയും സാഹിലും. वे लोग एक ही साथ स्कूल आते जाते थे और कक्षा में भी एक साथ रहते हैं. അവർ സ്കൂളിലേക്ക് ഒരുമിച്ചാണ് പോയിരുന്നതും വന്നിരുന്നതും, അതുപോലെ തന്നെ ക്ലാസ് മുറിയിലും ഒരുമിച്ച് തന്നെയായിരുന്നു. बारिश के समय दोनों मूंगफालियों के हरे खेतों में बीरबहूटियाँ गूंजते थे. മഴക്കാലങ്ങളിൽ നിലക്കടലയുടെ പച്ചപ്പ് വിതച്ച വയലുകളിൽ അവർ ബീർബഹൂട്ടികളെ തിരയുമായിരുന്നു. സുരേന്ദർ മാസ്റ്റർ की बुरी व्यवहार के कारण बेला और साहिल बहुत दुखी हो जाते हैं. സുരേന്ദർ മാസ്റ്ററിൻ്റെ വളരെ മോശമായ
പെരുമാറ്റം ഇവരെ രണ്ടുപേരെയും വളരെയധികം വിഷമിപ്പിക്കുന്നു. लेकिन 5वीं के रिजल्ट आने पर दोनों अलग अलग स्कूल में प्रवेश करने जा रहे हैं. 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നതോടെ രണ്ടുപേരും വേറെ വേറെ സ്കൂളിലേക്ക് പോകാനായിട്ട് പിരിയുകയാണ്. दोनों इस बात में बहुत दुखी हो जाते हैं. രണ്ടുപേരും ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചു. इन कहानी में लेखक ने बच्चों के भोलेपन और उनके गहरी दोस्ती का चित्रण प्रस्तुत किया है. ഈ കഥയിൽ കഥാകൃത്ത് അതായത് പ്രഭാത് ഈ കുട്ടികളുടെ നിഷ്കളങ്കതയും ഇന്നസെൻസും അവരുടെ ആ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിനെയാണ് വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് നോക്കാം. यह बारिशों से पहले की बारिश का एक दिन था. कहानी के प्रसंग में यह कैसा सार्थक होते हैं. उत्तर നോക്കാം. इस प्रसंग में बारिश उन दोनों के आंसुओं का प्रतीक है. കഥയിൽ കുട്ടികളുടെ കണ്ണീരിനെ മഴയുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. യഹാ ബേല ഓർ സാഹിൽ കാ ദുഃഖ് ബാദൽ കെ സമാൻ ഛായ ഹുവാ താ. അതായത് കഥയിൽ ബേലയുടെയും സാഹിലിൻ്റെയും വിഷമം മേഘങ്ങളെ പോലെ തന്നെ പടർന്നു കിടക്കുകയാണ്. 5वीं से छठी में आने के कारण दोनों अलग अलग स्कूल में प्रवेश करने जा रही है. 5ൽ നിന്നും 6ലേക്ക് ജയിച്ചതിനാൽ രണ്ടുപേരും വേറെ വേറെ സ്കൂളുകളിലേക്ക് പോവുകയാണ്. एक दूसरे से दूर होने के कारण दोनों बहुत दुखी हो जाते हैं. രണ്ടുപേരും പിരിയുന്നതിനാൽ വളരെയധികം ദുഃഖിതരായിരുന്നു. और उनके आंखों में आंसू भर आते थे. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകൾ എപ്പോഴും നിറഞ്ഞൊഴുകുമായിരുന്നു. यहाँ कहानीकार ने उनका आंसुओं को बारिश से तुलना किया गया है. ഇവിടെ കഥാകൃത്ത് കുട്ടികളുടെ കണ്ണുനീരിനെ മഴയുമായി താരതമ്യം ചെയ്തിരിക്കുകയാണ്. बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है. അതായത് ഗാന്ധിജിക്ക് ചുറ്റും കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കളിക്കുന്നതിനാൽ ഗാന്ധിജിയുടെ പ്രതിമ കുറച്ചധികം നേരമായിട്ട് പുഞ്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം നോക്കാം. ബच्चे बहुत मासूम होते हैं. കുട്ടികൾ വളരെ നിഷ്കളങ്കരാണ്. उनके मन में किसी भी तरह की कपट नहीं होता. അവരുടെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള കള്ളവും ഉണ്ടാവില്ല. उनका मन एकदम साफ होते हैं. അവരുടെ മനസ്സ് വളരെ പ്യുവർ ആയിരിക്കുന്നു. बच्चों की खुशी भरी व्यवहार से दूसरों को भी खुश कर देते हैं. കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തികൾ എപ്പോഴും മറ്റ് കണ്ടു നിൽക്കുന്നവരെയും വളരെയധികം സന്തോഷിപ്പിക്കുന്നതാണ് പറയുന്നത്. ബാപ്പുജി ബच्चों को बहुत प्यार करते थे. ഗാന്ധിജിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. इसलिए बच्चों को बाहर खेलते देखकर गांधी की मूर्ति कुछ अधिक समय मुस्कुरा हुआ दिखाई पड़ा. അതുകൊണ്ട് തന്നെ കുട്ടികൾ തനിക്ക് ചുറ്റും സന്തോഷത്തോടെ കളിക്കുന്ന കുട്ടികളെ കണ്ടിട്ട് ഗാന്ധിജിയുടെ മൂർത്തി കുറച്ചധികമായിട്ട് സന്തോഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. जब वह उसके पास आकर बैठी उससे नज़र नहीं मिला पाई क्यों. ബേല സാഹിലിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ബേലയ്ക്ക് സാഹിലിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടെന്നാണെന്ന് ചോദിക്കുന്നത്. ഉത്തരം നോക്കാം. उस दिन सुरेंद्र जी मास्टर ने बेला के बालों में पंजा फंसाया था. वह भी बिना कोई गलती के. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ സുരേന്ദർ മാസ്റ്റർ ബേലയുടെ മുടി പിടിച്ച് വലിച്ചിരുന്നു. ബേലാനെ ബഹുത് ബുരാ ലഗ. ബേലയ്ക്ക് വളരെയധികം വിഷമം തോന്നി. उसे सबसे ज़्यादा बुरा इस बात पर लगा कि मास्टर ने उसे साहिल के सामने सजा दी. സാഹിലിൻ്റെ മുന്നിൽ വെച്ച് അവളെ ശിക്ഷിച്ചതായിരുന്നു അവളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. വഹ് ഖുദ് കോ ബഹുത് ശർമിന്ദ മെഹസൂസ് കർ രഹി थी. അവൾ വളരെയധികം നാണക്കേട് അവൾക്ക് ഫീൽ ചെയ്തു. क्योंकि बेला जानती थी कि वह साहिल की नज़र में बहुत अच्छी है. കാരണം അവൾക്കറിയാമായിരുന്നു അവൾ സാഹിലിൻ്റെ മുന്നിൽ എപ്പോഴും നല്ല കുട്ടിയാണെന്ന്. और साहिल उसकी खास दोस्त था और वह उसके सामने ലജ്ജിത് ഹോന നഹി ചാഹത്തി थी. ബേലയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് സാഹിൽ. അതുകൊണ്ട് തന്നെ സാഹിലിൻ്റെ മുന്നിൽ വെച്ചിട്ട് നാണം കെടാൻ അവൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ഇസ്ലിയെ ബേല സാഹിൽ സെ നസർ നഹി മിലാ പായി. അതുകൊണ്ടാണ് ബേലയ്ക്ക് സാഹിലിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ വന്നത്. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹി ഢുലാനാ ചാഹിയെ. ദുക്കാൻദാറിനെ ऐसा क्यों कहा. മേഘത്തിനെ കണ്ടുകൊണ്ട് കുടം ചലിച്ചു കളയരുതെന്ന് എന്തുകൊണ്ടാണ് കടക്കാരൻ പറഞ്ഞതെന്ന്. ഉത്തരം നോക്കാം. സാഹിൽ കോ പെൻ മേ സ്യാഹി ഭർനാ താ. സാഹിലിന് പേനയിൽ മഷി നിറയ്ക്കണമായിരുന്നു. ലേക്കിൻ ദുക്കാൻ മേ സ്യാഹി കാ ബോത്തൽ ഖതം ഹോ ഗയാ താ. പക്ഷേ കടയിൽ ഇങ്ക് ബോട്ടിൽ കാലിയായിട്ടുണ്ടായിരുന്നു. यह बात जानने के पहले ही साहिल ने पेन में बची कुछ स्याही भी ज़मीन पर छिड़क दिया था. ഈ കാര്യം അറിയുന്നതിന് മുൻപ് തന്നെ സാഹിൽ പേനിലുണ്ടായിരുന്ന കുറച്ച് മഷി കൂടി നിലത്ത് കുടഞ്ഞു കളഞ്ഞിരുന്നു.
यह बात सुनकर दुकानदार ने ऐसा कहा. ഇത് കേട്ടിട്ടാണ് കടക്കാരൻ ഇങ്ങനെ പറഞ്ഞത്. उसका ऐसे कहने का मतलब यह है कि किसी बात पर अंदाज लगाकर काम करना नहीं चाहिए. पहले यह जानना होगा कि आपका अंदाज़ा सही हो या नहीं. അതെ, കടക്കാരൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ ഊഹത്തിൻ്റെ പേരിൽ നമ്മൾ ഊഹിച്ചെടുക്കുന്നതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ നിൽക്കരുത്. ആദ്യം നമ്മൾ ഊഹിച്ച കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഹഡ്ബഡിയമേ ആക്കർ കുച്ച് ബി നെഹി കർണ ചാഹിയെ. ധൃതിയിൽ ഒരു തീരുമാനം എടുക്കരുതെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്ര ഉള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ബീർബഹൂട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ നമ്മള് സമ്മറി നോക്കി, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കി, പിന്നെ അതിന്റെ ബാക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. ഇനി ഇതില് കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, ബാക്കിലുള്ള കുറച്ച് 2-3-4 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഡയറി വരാം, വാർത്താലാപ് വരാം, റപ്പട്ട് വരാം, വാക്യ പിരമിഡ് വരാം. അങ്ങനെ കുറച്ച് എക്സ്ട്രാ കുറച്ച് സംഭവങ്ങൾ കൂടി ഉണ്ട്. നിങ്ങൾ ഇത്രയും വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയാണ് അതൊക്കെ. അപ്പൊ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് അതെങ്ങനെയൊക്കെ നമുക്ക് എഴുതാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. കഥ നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എങ്ങനെ വന്നാലും നിങ്ങൾക്കത് നന്നായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ കഥ നന്നായിട്ട് വായിക്കുക, അതിന്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അറിയാത്ത വാക്കുകളുടെ അർത്ഥങ്ങൾ വായിച്ചും എഴുതിയും പഠിക്കുക. അക്ഷരത്തെറ്റില്ലാതെ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.